SSLC മാത്സിലെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പേജ് നമ്പർ 8 ക്വസ്റ്റ്യൻ നമ്പർ 1 and 2 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 1. വി ക്യാൻ മേക്ക് ട്രയാങ്കിൾസ് ബൈ സ്റ്റേക്കിംഗ് ഡോട്ട്സ്. അഥവാ ഡോട്ട്സ് അടുക്കി വെച്ചുകൊണ്ട് നമുക്ക് ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ഈ ഫിഗറിൽ കാണുന്ന പോലെ ഓരോ കുത്തുകളൊക്കെ അടുക്കി വെച്ചിട്ടാണ് നമ്മളിവിടെ ഒരു 3 ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ 3 ട്രയാങ്കിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. റൈറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. ഈ ഓരോ ട്രയാങ്കിളിലുമുള്ള നമ്പർ ഓഫ് ഡോട്ട്സ് എത്രയാണെന്നുള്ളത് എഴുതി വെക്കാൻ. ഈ ഓരോ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള നമ്പർ ഓഫ് ഡോട്ട്സ് എത്രയാണെന്ന് എഴുതണം. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾസ് നോക്കുമ്പോൾ നമുക്കൊരു പാറ്റേൺ തിരിയുന്നുണ്ട്. ഒന്നാമത്തെ ട്രയാങ്കിളിൽ ഒരു ഡോട്ടും പിന്നെ ഒരു 2 ഡോട്ട്സും. രണ്ടാമത്തെ ട്രയാങ്കിളിൽ ഒരു ഡോട്ട് ഉണ്ട്, 2 ഡോട്ട്സ് ഉണ്ട്, പിന്നെ 3 ഡോട്ട്സ് ഉണ്ട്. അടുത്തതിൽ ഒരു ഡോട്ട്സ് ഉണ്ട്, ഒരു ഡോട്ട് ഉണ്ട്, 2 ഡോട്ട്സ് ഉണ്ട്, 3 ഡോട്ട്സ് ഉണ്ട്, 4 ഡോട്ട് ഉണ്ട്. അപ്പം അങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ 1 + 2, പിന്നെ 1 + 2 + 3, പിന്നെ 1 + 2 + 3 + 4. ആ രീതിയിലാണ് ട്രയാങ്കിൾസ് പോകുന്നത്. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ട്രയാങ്കിളിൽ എത്ര നമ്പർ ഓഫ് ഡോട്ട്സ് ഉണ്ട് എന്ന് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ എഴുതണം? ഒരു ഡോട്ട് ഉണ്ട്, അതുപോലെ 2 ഡോട്ട്സും ഉണ്ട്. അപ്പോൾ ടോട്ടൽ 3 ഡോട്ട്സ് ആണുള്ളത്. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ, സെക്കൻഡ് ട്രയാങ്കിളിൽ ഒരു ഡോട്ട് ഉണ്ട്, പ്ലസ് 2 ഡോട്ട്സ് ഉണ്ട്, പ്ലസ് ഒരു 3 ഡോട്ടും കൂടി ഉണ്ട്. അപ്പോൾ ടോട്ടൽ 3 + 3 6 ഡോട്ട്സ് ഉണ്ട്. ഇനി തേർഡ് ട്രയാങ്കിളിൽ ഒരു ഡോട്ട് ഉണ്ട്, പ്ലസ് 2 ഡോട്ട്സ് ഉണ്ട്, പ്ലസ് ഒരു 3 ഡോട്ട്സ് ഉണ്ട്. അത് കൂടാതെ ഒരു 4 എണ്ണം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര ടോട്ടൽ വരാം? 1 + 2 3, 3 + 3 6, 6 + 4 10. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഇത് തന്നെയാണ് ഇവിടെ ഉള്ളത്. സോ 6 + 4 ആഡ് ചെയ്താലും മതി. ഞാനൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ആഡ് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ 3 ട്രയാങ്കിളുടെ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസറായി. ഇനി അടുത്ത് ചോദിക്കുന്നത് എന്താ? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. ഈ ഒരു പാറ്റേണിൽ തന്നെ അടുത്തൊരു 3 ട്രയാങ്കിൾ കൂടി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് വരുന്ന നമ്പർ ഓഫ് ഡോട്ട്സ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. ഈ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് വരിക എന്ന് പറയുമ്പം നമുക്കൊന്ന് വരച്ച് നോക്കാം ഫസ്റ്റ്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഈ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആദ്യം ഒരു ഡോട്ട്സ് ഉണ്ടാവും, പിന്നെ 2 ഡോട്ട് ഉണ്ടാവും, പിന്നെ 3 ഡോട്ട് ഉണ്ടാവും, പിന്നെ 4 ഡോട്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ തന്നെ ഇവിടെ ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്യണമല്ലോ, 5 ഡോട്ട്സ് അല്ലേ? 1 2 3 4 5. അപ്പോൾ ഇതായിരിക്കും അടുത്ത ട്രയാങ്കിൾ വരിക. അപ്പോൾ അതിലെ നമ്പർ ഓഫ് ഡോട്ട്സ് എത്രയാണ് വരിക? ഫോർത്ത് ട്രയാങ്കിളിൽ നമ്പർ ഓഫ് ഡോട്ട്സ് 1 + 2 + 3 + 4 + 5. അപ്പോൾ ടോട്ടൽ എത്ര വരും? ഇത് 10 ഇവിടെ ഉള്ളതാണ്. അപ്പോൾ 10ൻ്റെ കൂടെ ഒരു 5 മാത്രമേ ഇവിടെ ആഡ് ആയിട്ടുള്ളൂ. സോ 15 ടോട്ടൽ വരാം. ഓക്കെ, അപ്പോൾ അത്രയും ഡോട്ട്സാണ് നമുക്ക് ആവശ്യമായിട്ട് വരാം. ഇനി അടുത്ത ട്രയാങ്കിൾ, ഫിഫ്ത്ത് ട്രയാങ്കിൾ, നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വരച്ച് നോക്കാം. ഞാൻ ഇവിടെ വരക്കുന്നുണ്ട്. ഇവിടെ വരച്ചാൽ നമുക്ക് താഴോട്ടെത്തി പോവും. അപ്പോൾ ഇതാ ഒരു കുത്ത് വേണം, പിന്നെ 2 ഡോട്ട് നമുക്ക് ആവശ്യമുണ്ട്, അത് കഴിഞ്ഞ് 3 എണ്ണം ആവശ്യമുണ്ട്, അത് കഴിഞ്ഞ് 4 എണ്ണം ആവശ്യമുണ്ട്, പിന്നെ 5. ഇത്രയും ആകുമ്പോൾ ഈ ഒരു ട്രയാങ്കിളായി. ഇനി അതിൻ്റെ കൂടെ 6 ഡോട്ട്സും കൂടി ആഡ് ചെയ്യണം. 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഈ ഡോട്ട്സിൻ്റെ എണ്ണം നമുക്ക് ആഡ് ചെയ്യാം. 1 + 2 + 3 + 4 + 5 + 6. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ കൂടെ ഒരു 6 മാത്രമേ ഇവിടെ ആഡ് ആയിട്ടുള്ളൂ. സോ ഈ നമ്പറിൻ്റെ കൂടെ 6 ആഡ് ചെയ്താൽ മതിയല്ലോ. 15 + 6 21 ഡോട്ട്സാണ്
ആവശ്യമായിട്ട് വരാം. ഇനി ഒരു ട്രയാങ്കിളിനെയും കൂടി കണ്ടുപിടിക്കണം അല്ലേ. നെക്സ്റ്റ് 3 ട്രയാങ്കിൾസിനെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 2 എണ്ണത്തിൻ്റെ കണ്ടുപിടിച്ചു. ഇനി 6ാമത്തെ ട്രയാങ്കിളിൻ്റെ കൂടി ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് ഫിഗർ ഇവിടെ വരക്കുന്നുണ്ട്. ഒരു കുത്ത് ആവശ്യമായിട്ട് വരും, പിന്നെ 2 കുത്ത്, പിന്നെ 3 കുത്ത്, പിന്നെ 4 കുത്ത്, പിന്നെ 5 കുത്ത്, പിന്നെ 6 കുത്ത്. അപ്പോൾ 6 വരെ ആകുമ്പോൾ ഇതുവരെ ആയി. ഇനി ഒരു 7 കുത്തും കൂടി ആഡ് ചെയ്യണം അല്ലേ. 1 2 3 4 5 6 7. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് തന്നെ എഴുതണമെന്നില്ല. നമുക്കൊരു പാറ്റേൺ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. 1 + 2 1 + 2 + 3 അങ്ങനെ ഒരു നമ്പർ ആഡ് ചെയ്ത് പോകാൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ അങ്ങ് ആഡ് ചെയ്ത് ആൻസർ എഴുതിയാൽ മതി. പിന്നെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ട്രയാങ്കിളും കൂടി ഒന്ന് വരച്ച് തരുന്നത്. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുമ്പം ഇത് മാത്രം എഴുതിയാലും മാർക്ക് കിട്ടും. അപ്പോൾ 1 + 2 + 3 + 4 + 5 + 6 + 7. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ കൂടെ ഒരു 7 മാത്രമാണ് ഇവിടെ ആഡ് ആയിട്ടുള്ളത്. സോ 21ൻ്റെ കൂടെ 7 ആഡ് ചെയ്യുക. 28 ഡോട്ട്സാണ് നമുക്ക് ആവശ്യമായിട്ട് വരാം. അപ്പോൾ നമ്മൾ 2ാമത്തെ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 1ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടുണ്ട്. നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. ഈ 3 ട്രയാങ്കിളിൻ്റെ നമ്പർ ഓഫ് ഡോട്ട്സ് ഫസ്റ്റ് എഴുതി. പിന്നെ അടുത്ത 3 ട്രയാങ്കിൾസിൻ്റെ നമ്പർ ഓഫ് ഡോട്ട്സ് എത്ര ആവശ്യം വരും അതും നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ പേജ് നമ്പർ 8 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചോദ്യം എന്താണ്? ഫ്രം ദ സീക്വൻസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺസ് ഫോം ദ ഫോളോയിങ് സീക്വൻസസ്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം, പിന്നെ സ്ക്വയർ. അപ്പോൾ നമുക്കത് ഇങ്ങനെ എഴുതി കൊടുക്കാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം, പിന്നെ സ്ക്വയർ കൺസിഡർ ചെയ്യണം. ഇത് റെക്റ്റാങ്കിൾ പോലെ ഉണ്ടല്ലേ, സ്ക്വയർ ആട്ടോ. പിന്നെ റെഗുലർ പെൻറ്റഗൺ. പെൻറ്റഗൺ ഞാനിപ്പോൾ ഇവിടെ വരക്കുന്നില്ല, കാരണം എപ്പോഴും വരക്കുമ്പോൾ തെറ്റും, അത് സ്കെയിലൊന്നും ഇല്ലാണ്ട് വരക്കുമ്പം. സോ പെൻറ്റഗൺ എന്ന് വെച്ചാൽ 5 വശങ്ങളുള്ള ഷേപ്പ്. പിന്നെ റെഗുലർ പോളിഗൺസ് അതുപോലത്തെ. അപ്പം നമുക്കിവിടെ ജസ്റ്റ് എഴുതി കൊടുക്കാം. റെഗുലർ പെൻറ്റഗൺ, റെഗുലർ പോളിഗൺ, അങ്ങനെ. ഓക്കെ. റെഗുലർ പോളിഗൺ എന്ന് വെച്ചാൽ പെൻറ്റഗൺ 5 വശങ്ങളുള്ളതാണ്. പോളിഗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2ൽ കൂടുതൽ വശങ്ങളുള്ള ഏതൊരു ഷേപ്പിനെ നമ്മൾ പോളിഗൺ എന്ന് പറയും. അപ്പോൾ ഇതിൽ കൂടുതൽ വശങ്ങളുള്ളത് എന്നാ ഉദ്ദേശിക്കുന്നുള്ളൂ. ഹെക്സഗൺ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഹെപ്റ്റഗൺ, അങ്ങനെ. ഓക്കെ. ഇവിടെ പോളിഗണിന് പകരം നമുക്ക് വേണമെങ്കിൽ ഹെക്സഗൺ എഴുതാം, അഥവാ 6 വശങ്ങളുള്ള ഷേപ്പ്. പിന്നെന്ത് വരും? ഹെപ്റ്റഗൺ, പിന്നെ ഒക്ടഗൺ, അങ്ങനെ വശങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഷേപ്പുകൾ ഇങ്ങനെ എഴുതാനേ. അപ്പോൾ അതിൻ്റെ ആ ഒരു സീക്വൻസ് അതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? 3 വശങ്ങളുള്ള ഷേപ്പാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, പിന്നെ 4 വശങ്ങളുള്ള ഷേപ്പാണ് സ്ക്വയർ. റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഓക്കെയാണ്. പിന്നെ പെൻറ്റഗൺ 5 വശമാണ്, പിന്നെ ഹെക്സഗൺ 6 വശം, പിന്നെ ഹെപ്റ്റഗൺ 7 വശം, അങ്ങനെ. ഇപ്പോൾ നമ്പർ ഓഫ് സൈഡ്സിൻ്റെ സീക്വൻസ് നമുക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് വെച്ചിട്ട് ഒരു സീക്വൻസ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ സം ഓഫ് ഇന്നർ ആംഗിൾസ് വെച്ചിട്ടൊരു സീക്വൻസ് ഫോം ചെയ്യണം, സം ഓഫ് ഔട്ടർ ആംഗിൾസ് വെച്ചിട്ടൊരു സീക്വൻസ് ഫോം ചെയ്യണം, പിന്നെ ഒരു ഇന്നർ ആംഗിൾ വെച്ചിട്ട് സീക്വൻസ് ഫോം ചെയ്യണം, പിന്നെ ഒരു ഔട്ടർ ആംഗിൾ വെച്ചിട്ട് സീക്വൻസ് ഫോം ചെയ്യണം. ഇതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഓർഡർ ആലോചിച്ച് വെക്കാം. ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ എഴുതിയാൽ ഓക്കെയാണ്. ഇപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്തര കോണുകളുടെ തുക എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പോൾ ഏതൊരു ഷേപ്പിൻ്റെയും സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കാൻ നമുക്ക് മാത്സിൽ ഒരു ചെറിയ ഇക്വേഷൻ ഉണ്ട്. n-2 × 180. ഓക്കെ. ഇവിടെ n എന്ന് പറയുന്നത് ആ ഷേപ്പിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കേണ്ടത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ആണ്. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് 3 സൈഡുകളിൽ നമുക്കറിയാം. സോ അത് നമ്മൾ എന്ത് ചെയ്യുക? 3 സൈഡാണ്. സോ n നമ്മൾ 3 ഇട്ട് കൊടുക്കുക. -2 × 180. അപ്പോൾ 3 - 2 1 ആണ്. അപ്പോൾ 1 × 180 എന്താ വരാം? ആൻസർ 180 ഡിഗ്രി തന്നെ വരാം. അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 180 ഡിഗ്രിയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് സ്ക്വയർ. സ്ക്വയറിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ തന്നെയാണ്. n എത്ര? സ്ക്വയറിന് 4 വശങ്ങളുണ്ട് അല്ലേ, 4 സൈഡ്സ് ഉണ്ട്. സോ n 4 ആവും. 4 - 2 × 180.
അപ്പോൾ 4 മൈനസ് 2 എന്ന് പറയുമ്പം 2 ഇൻറ്റു 180 360 ഡിഗ്രിയാണ് വരാം. അപ്പോൾ ഇവിടെ 360 ഡിഗ്രി. ഇനി റെഗുലർ പെൻറ്റഗൺ എന്ന് പറയുമ്പം 5 വശങ്ങളുള്ള ഷേപ്പാണ്. അതിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് നമുക്ക് എഴുതണം. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, എന്നിൻ്റെ അവിടെ 5 ഇട്ട് കൊടുക്കാം. 5 മൈനസ് 2 ഇൻറ്റു 180. ഇപ്പം എന്ത് വരും, 5 മൈനസ് 2 3 3 ഇൻറ്റു 180 540 ഡിഗ്രിയാണ് വരാം. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് റെഗുലർ പോളിഗൺ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ അങ്ങനെ പോകുന്നതിന് നമ്മൾ കോമൺ ആയിട്ട് പോളിഗൺ എന്ന് വിളിച്ചതാണ്. അപ്പോൾ ഹെക്സഗണ്ട നമുക്ക് നോക്കാം. ഹെക്സഗണ്ടതെന്ന് പറയുമ്പം 6 സൈഡ്സ് ആയിരിക്കും ഉണ്ടാവുക. നമ്പർ ഓഫ് സൈഡ്സ് 6 ആയിരിക്കും. സോ എന്നിന് പകരം 6 ഇട്ട് കൊടുക്കുക. 6 മൈനസ് 2 ഇൻറ്റു 180. 6 മൈനസ് 2 എന്ന് പറയുമ്പം 4 ഇൻറ്റു 180 720 ഡിഗ്രിയാണ് ആൻസർ വരാം. ഓക്കെ. അപ്പോൾ ഇതുപോലെ ഇനി ഹെപ്റ്റഗൺ, ഒക്ടഗൺ ഒക്കെയും തന്നെ നമ്മൾ എന്നിന് പകരം ആ നമ്പർ ഓഫ് സൈഡ്സ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഹെക്സഗൺ കഴിഞ്ഞ് ഹെപ്റ്റഗൺ 7 സൈഡ്സുള്ളതാണ്, അതിനിവിടെ 7 ഇട്ട് കൊടുക്കുക. പിന്നെ ഒക്ടഗൺ ഇവിടെ 8 ഇട്ട് കൊടുക്കുക. അത്ര ഒരു വ്യത്യാസമുള്ളൂ. ഓക്കെ. അപ്പം ഇങ്ങനെ നമ്മൾ സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ ഒരു സീക്വൻസ് എഴുതിയിട്ടുണ്ട്. ഇനി സം ഓഫ് ഔട്ടർ ആംഗിൾസ് വളരെ സിമ്പിളാണ്. ഏതൊരു ഷേപ്പിനാണെങ്കിലും സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360 ഡിഗ്രി ആയിരിക്കും. അത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അതിന് പ്രത്യേകിച്ച് ട്രിക്കൊന്നും നമ്മൾ ആലോചിക്കാത്തതാണ് നല്ലത്, നമുക്ക് എളുപ്പം കിട്ടുന്നതല്ലേ. അപ്പം എല്ലാത്തിൻ്റെയും സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360 ഡിഗ്രി തന്നെയാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ആണെങ്കിലും 360 ഡിഗ്രിയാണ്, സ്ക്വയറിൻ്റെ ആണെങ്കിലും 360 ആണ്. പെൻറ്റഗൺ പിന്നെ ഹെക്സഗൺ ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രത്യേകിച്ചിട്ട് റൂളൊന്നുമില്ല, നമുക്ക് അങ്ങനെ എഴുതാം. ഓക്കെ. അപ്പോൾ നമ്മൾ സം ഓഫ് ഔട്ടർ ആംഗിൾസിൻ്റെയും ഒരു സീക്വൻസ് എഴുതിയിട്ടുണ്ട്. ഇനി ആൻ ഇന്നർ ആംഗിൾ, ഒരു ഇന്നർ ആംഗിൾ. അപ്പം നമുക്കറിയാം ഒരു ഷേപ്പിന് എത്ര സൈഡ്സ് ഉണ്ടോ അത്രയും ഇന്നർ ആംഗിൾസും അത്രയും ഔട്ടർ ആംഗിൾസും അതിനുണ്ടാവും. ഇപ്പോൾ ട്രയാങ്കിളിനാണെങ്കിൽ 3 സൈഡാണുള്ളത്. അപ്പോൾ 3 ഇന്നർ ആംഗിളും ഉണ്ടാവും, 3 ഔട്ടർ ആംഗിളും ഉണ്ടാവും. അപ്പം നമ്മൾ സം ഓഫ് ഇന്നർ ആംഗിൾ ഇവിടെ എഴുതിയിട്ടുണ്ട് 180. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഒരു ഇന്നർ ആംഗിൾ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾ 180 ആണ്. ട്രയാങ്കിളിന് എത്ര ഇന്നർ ആംഗിൾ ഉണ്ടാവും, 1 2 3. നമുക്ക് ഈ സൈഡ്സിൻ്റെ ആ ഒരു ഇതിൽ തന്നെ എഴുതാം കേട്ടോ എല്ലാത്തിനും. 180/3 അഥവാ എത്രയായിരിക്കും ആൻസർ വരാം, 60 ഡിഗ്രി. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഒരു ഇന്നർ ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇനി സ്ക്വയറിൻ്റെ അതുപോലെ നോക്കാം. സ്ക്വയറിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾ 360 ഡിഗ്രിയാണ്. സ്ക്വയറിന് എത്ര ഇന്നർ ആംഗിൾസ് ഉണ്ടാവും, 1 2 3 4. അത് ഈ സൈഡ്സ് തന്നെ നമ്മൾ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ എത്ര വരാം, 360/4 90 ഡിഗ്രി. ഓക്കെ. ഇനി അടുത്തത് ഏതിൻ്റെ നോക്കണം നമുക്ക്, പെൻറ്റഗണിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾ 540 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇന്നർ ആംഗിൾ നമുക്ക് അറിയണ്ടല്ലോ, ആൻ ഇന്നർ ആംഗിൾ. അപ്പോൾ 540 ഡിഗ്രിയാണ് ടോട്ടൽ സം ഓഫ് ഇന്നർ ആംഗിൾസ്. എത്ര സൈഡ്സ് ഉണ്ടോ അത്രയും ഇന്നർ ആംഗിൾസ് ഉണ്ടാവും. സോ 5 ഇന്നർ ആംഗിൾസ് അതിനുണ്ടാവും. അപ്പോൾ 5 ഇന്നർ ആംഗിൾ ആകുമ്പം 540 ഡിഗ്രി /5. എത്ര ആൻസർ വരാം, 108. ഓക്കെ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഹെക്സഗണിൻ്റെയും ചെയ്യാൻ പറ്റും. ഹെക്സഗണിൻ്റെ ടോട്ടൽ സം ഓഫ് ഇന്നർ ആംഗിൾസ് 720 ഡിഗ്രിയാണ്. നമ്പർ ഓഫ് സൈഡ്സ് 6 ആണ്. അപ്പോൾ 6 ഇന്നർ ആംഗിൾസ് ഉണ്ടായിരിക്കാം. അപ്പോൾ 720/6 എന്ന് പറയുമ്പോൾ 120 ഡിഗ്രിയാണ് ആൻസർ വരാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഹെപ്റ്റഗണിൻ്റെയും ഒക്ടഗണിൻ്റെയും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കാം. ഓക്കെ. സം ഓഫ് ഇന്നർ ആംഗിൾസ് ഡിവൈഡ് ബൈ എത്ര ഇന്നർ ആംഗിൾസ് ഉണ്ട് അത് ചെയ്താൽ മതി. അപ്പോൾ ഒരു ഷേപ്പിന് എത്ര വശങ്ങളുണ്ടോ അത്രയും ഇന്നർ ആംഗിൾസും അത്രയും ഔട്ടർ ആംഗിൾസും ഉണ്ടായിരിക്കും. പിന്നെ ഔട്ടർ ആംഗിൾ. ഓക്കെ. അപ്പോൾ സം ഓഫ് ഔട്ടർ ആംഗിൾസ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം എല്ലാത്തിൻ്റെയും 360 സം ഓഫ് ഔട്ടർ ആംഗിൾസ് വരുന്നത്. സോ ഒരു ഔട്ടർ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 360 സം ഓഫ് ഔട്ടർ ആംഗിൾസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എത്ര സൈഡ്സ് ഉണ്ട് അത്രയും ഔട്ടർ ആംഗിൾസും അത്രയും ഇന്നർ ആംഗിൾസും ഉണ്ടാവും. അപ്പോൾ ട്രയാങ്കിളിന് 3 സൈഡാണ് ഉള്ളത്. അപ്പോൾ 360/3 3 ഔട്ടർ ആംഗിൾസാണ് ഉള്ളത്. സോ 360/3 120 ആയിരിക്കും ആൻസർ വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ സ്ക്വയറിൻ്റെ സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360. സ്ക്വയറിന് ടോട്ടൽ 4 ഔട്ടർ ആംഗിൾസാണ് ഉണ്ടാവുക. ഔട്ടർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഈ പുറമേ ഉള്ള ആംഗിൾ കേട്ടോ, പിന്നെ പുറമേ വരുന്ന ആംഗിളിനാണ് ഔട്ടർ ആംഗിൾ എന്ന് പറയുക. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ആണെങ്കിൽ ഈ ഒരു ആംഗിൾ, ഈ ഒരു ആംഗിൾ,
ഈ ഒരു ആംഗിളൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ 360/4 എന്ന് പറയുമ്പോൾ എത്ര ആൻസർ വരുന്നത്? 90 ഡിഗ്രി. ഇനി അതുപോലെ നമുക്ക് സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360 തന്നെയാണ് പെൻറ്റഗണിനും. പെൻറ്റഗണിന് എത്ര ഔട്ടർ ആംഗിൾസ് ഉണ്ടാവും? എത്ര സൈഡ്സ് ഉണ്ടോ അത്രയും ഔട്ടർ ആംഗിൾസ്. സോ 360/5 അത് എത്ര വരാ? 72 ഡിഗ്രി. അപ്പോൾ അതുപോലെ നമുക്ക് ഹെക്സഗണിലും എങ്ങനെ കണ്ടുപിടിക്കാം? 360 സം ഓഫ് ഔട്ടർ ആംഗിൾസ്. ടോട്ടൽ 6 ഔട്ടർ ആംഗിൾസ് ഉണ്ടാവും. സോ 360/6 അത് എത്രയാണ് വരുന്നത്? അതായിരിക്കും എന്താ വരാം? അതായത് 60 ഡിഗ്രി അല്ലേ? അപ്പോൾ 60 ഡിഗ്രി ആയിരിക്കും ഹെക്സഗണിൻ്റെ ഒരു ഔട്ടർ ആംഗിൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സീക്വൻസുകൾ വരുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കാൻ ഈ ഫോമിൽ ഉപയോഗിക്കുക. സം ഓഫ് ഔട്ടർ ആംഗിൾസ് എല്ലാത്തിനും സെയിം ആണ്. പിന്നെ എത്ര നമ്പർ ഓഫ് സൈഡ്സ് ഉണ്ടോ അത്രയും ഔട്ടർ ആംഗിൾസും അത്രയും ഇന്നർ ആംഗിൾസും ഉണ്ടാവും. സോ നമ്മൾ എല്ലാത്തിനെയും ആ നമ്പർ വെച്ചിട്ട് തന്നെ ഡിവൈഡ് ആക്കി ഒരു ഇന്നർ ആംഗിൾ കിട്ടി. പിന്നെ ഔട്ടർ ആംഗിളിൻ്റെ കേസിലാണെങ്കിൽ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അടുത്തൊരു വീഡിയോയിൽ പേജ് നമ്പർ 9 ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.